Hi guys, welcome back to the channel Smart Study with Tasween. Please do like, subscribe and share my channel. In this video, we are doing Srinaran Guru Open University's first semester English for Communication paper. Unit 2, Barriers of Communication. What do you mean by barriers of communication? ബാരിയേഴ്സ് പറഞ്ഞാൽ തടസ്സങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ തടസ്സം വരുന്നു എന്നാണ് സെക്കൻഡ് ചാപ്റ്ററിൽ പറയുന്നത്. ലെറ്റ്സ് സീ. That is barriers of communication. That is, a communication barrier can be anything that restricts or hinders communicators from delivering the correct message to the right person at the right times. Means നമ്മുടെ മെസ്സേജ് അയാളിലേക്ക് കറക്റ്റായിട്ട് എത്തിയില്ലെങ്കിൽ അതിനെയാണ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അത് എത്തിക്കാൻ പെടാതെ എന്തൊക്കെ വരും, നോയ്സ് വരും, അങ്ങനെ അതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക ബാരിയേഴ്സ്. എന്തൊക്കെയാണ് തടസ്സങ്ങൾ വരുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ, എന്നിട്ട് ആ കറക്റ്റ് മെസ്സേജ് നമ്മൾ ആ പേഴ്സണിലേക്ക് എത്തിക്കുന്നില്ലയോ, അതിനെയാണ് നമ്മൾ പറയുക ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. Barriers of communication കുറേ തരമുണ്ട്. ഫസ്റ്റ് വൺ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ദാറ്റ് ഈസ് എ നമ്പർ ഓഫ് മെൻ്റൽ ആൻഡ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് നല്ല സങ്കടമുള്ള ടൈമായിരിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ആ പേഴ്സണിലേക്ക്, റിസീവറിലേക്ക് എത്തില്ല. അതിനൊക്കെയാണ് നമ്മൾ പറയുന്നത് എന്താണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. ഇനി ചിലപ്പം അത് ഡിപ്രഷൻ ആവാം, ഫോബിയ ആവാം, സ്പീച്ച് ഇഷ്യൂസ് ആവാം, സ്റ്റേജ് ഫ്രൈറ്റ് ആവാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ തന്നെയാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇമോഷണൽ ബാരിയേഴ്സ്. ദ ഈസ് ആൻഡ് കംഫോർട്ട് വിത്ത് വിച്ച് സം വൺ ക്യാൻ സ്പീക്ക് ഡിപ്പെൻഡ് ഓൺ ദയർ ഇമോഷണൽ ആക്യൂ. ചിലപ്പം അവരുടെ ഇമോഷണലി ആയിട്ട് ആ ഇൻ്റലിജൻസ് കോഷ്യൻ്റെ കാര്യം അവർക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചിലപ്പോൾ ആ പേഴ്സണിലേക്ക് അതിനെയാണ് ഇമോഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് പുട്ടിങ് ഇറ്റ് അനദർ വേ, ദോസ് ഹു അലോ ദെയർ ഇമോഷൻസ് ടു റോൾ ദം. കുറേ ഇമോഷൻസ്, നമുക്ക് സങ്കടങ്ങൾ ഒരുപാട് നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് വരും, നമുക്ക് നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പം വരില്ല, അത് ആ കറക്റ്റ് പേഴ്സണിലേക്ക് എത്തിക്കൂടാ. തന്നെയാണ് നമ്മൾ പറയുന്നത് ഇമോഷണൽ ബാരിയേഴ്സ്. ദെൻ ഫിസിക്കൽ ബാരിയേഴ്സ്. ദറ്റ് ഈസ് ഫിസിക്കൽ ബാരിയേഴ്സ് സ്റ്റാൻഡ് ഔട്ട് അറ്റ് ദ ബിഗ്ഗസ്റ്റ് ഒബ്സ്റ്റക്കിൾസ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ദേ കൺസിസ്റ്റ് ഓഫ് ബാരിയേഴ്സ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഏതാണ് നോയ്സ്, ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, എൻക്ലോസ്ഡ് ക്യാബിൻസ് എക്സെട്ര. ദറ്റ് ഈസ് ചിലപ്പം പുറത്തുള്ള നോയ്സ് കാരണം, അതേമാതിരി ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ചിലപ്പം ഫോണാണെങ്കിൽ ഫോൺ ചിലപ്പം കേടുണ്ടാവും. അങ്ങനെയൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് പ്രശ്നം വരും. അതിനെയാണ് നമ്മൾ എന്താ പറയുക ഫിസിക്കൽ ബാരിയേഴ്സ് പറയുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബാരിയർ. അതായിരിക്കും കൂടുതൽ. ഇപ്പോൾ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് നോയ്സ് പുറത്തുനിന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും മനസ്സിലാവുമല്ലേ പിള്ളേർക്ക്? ഇല്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക ഫിസിക്കൽ ബാരിയേഴ്സ്. നെക്സ്റ്റ് വൺ ഇസ് കൾച്ചറൽ ബാരിയേഴ്സ്. Anyone working in a large organization may have colleagues from different countries because of the growing globalization of society. മീൻസ് ദറ്റ് ഈസ് നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് കൺട്രീസിലുള്ള ആൾക്കാരുണ്ടാവും. അതിനൊക്കെ നമുക്ക് എന്താ അറിയണം, നമുക്ക് അവരുടെ ലാംഗ്വേജ് അറിയണം. അത് പോസിബിൾ ആണോ? അല്ല, ഇമ്പോസിബിൾ ആണ്. അതിനെയാണ് നമ്മൾ കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ലൈക്ക് അവരുടെ ക്ലോത്തിങ് ഡിഫറെൻ്റ് ആയിരിക്കും, റിലീജിയൻസ്, ഫുഡ് ആൻഡ് ജനറൽ ബിഹേവിയർ ഡിഫർ ഗ്രേറ്റ്ലി എമോങ് കൾച്ചേഴ്സ്. ഇതൊക്കെ അവരുടെ ഡിഫർ ചെയ്യും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ബാരിയർ ആയിട്ട് തന്നെ വരും. അതിനെയാണ് നമ്മൾ എന്താ പറയുക കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് വൺ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. ദറ്റ് ഈസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ among the various channels of an organization may also be hampered by specific problems, illness or other limitations. ഇപ്പം എന്തെങ്കിലും നമുക്ക് വയ്യായ്മ അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴെങ്കിൽ നമുക്ക് അതെന്താണ് നമ്മൾ ഫിസിയോളജിക്കൽ ബാരിയർ ആയിരിക്കും. ദറ്റ് ഈസ് ഡിസ്ലെക്സിയ, ഷ്രിൽ വോയിസ് ആൻഡ് അതേഴ്സ്, പേടിച്ചു കൊണ്ടുള്ള ഒരു വോയിസിലെ ഡിഫറൻസസ്, അതൊക്കെയാണ് എന്താണ് ഫിസിയോളജിക്കൽ ബാരിയറിൽ ഉൾപ്പെടും. അടുത്തത് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ദറ്റ് ഈസ് ബാരിയേഴ്സ് റിസൾട്ടിങ് ഫ്രം ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ റിഫർഡ് ടു ആസ് ഓർഗനൈസേഷൻ. നമുക്കിപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടേതായ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇൻ്റർഫിയർ ചെയ്യുന്നത് തന്നെയാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ലൈക്ക് ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സുപ്പീരിയർ സബോർഡിനേറ്റ് ഇൻട്രാക്ഷൻസ്. ഒരു ഏറ്റവും സുപ്പീരിയർ പൊസിഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചെറിയ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എംപ്ലോയിയോട് വർക്ക് ചെയ്യുമ്പോൾ അതിലുള്ള ഡിഫറൻസസിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബാരിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് സിമാൻറ്റിക് ബാരിയർ. ദറ്റ് ഈസ് അനദർ ടേം ഫോർ ലാംഗ്വേജ് ബാരിയർ. ലാംഗ്വേജ് ബാരിയറിന് വേറൊരു പേരാണ് സെമാൻറ്റിക് ബാരിയർ എന്ന് പറയുന്നത്. ഇൻഎഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവർ ഇസ് എ റൂട്ട് ഓഫ് കോസ് ഓഫ് ദിസ് ബാരിയേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും ലാംഗ്വേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു സെൻഡർ റിസീവറിനോട് എന്താ പറയുന്നത്. അതിനെ നമ്മൾ എന്താ പറയുന്നത് സെമാൻറ്റിക് ബാരിയർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് കംസ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമ്മളെന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സെറ്റിംഗ്സ് ഫോർമൽ കൺവേഷൻസ് യൂസ് ടു കൺവേ ഇൻഫോർമേഷൻ ഇൻ സ്ട്രക്ചേർഡ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ. നമ്മൾ ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻസ് യൂസിങ് ദ പ്രോപ്പർ ചാനൽസ്. ദറ്റ് ഈസ് ഒഫീഷ്യലായിട്ട് നമ്മൾ സംസാരിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്ന ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ വേറൊരു പേരാണ് ദറ്റ് ഈസ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Like example reports, job descriptions, work orders, information about sales and inventories, അതൊക്കെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അതിൽ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ദറ്റ് ഈസ് അപ്വേർഡ്, ഡൗൺവേർഡ്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. ഈ 4 ടൈപ്പിൽ മാത്രമാണ് ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ പോകുള്ളൂ. ഇനി വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ വിച്ച് ഡയറക്ട്സ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ബോത്ത് അപ്പ് ആൻഡ് ഡൗൺ ദ ചെയിൻ ഓഫ് കമാൻഡ് ഫോളോയിങ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പോൾ മുകളിലോട്ടും താഴോട്ടും പോകുന്ന കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്താ പറയും? വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ പറയും. ദാറ്റ് സുപ്പീരിയർ സബോർഡിനേറ്റും അതേമാതിരി സബോർഡിനേറ്റ് സുപ്പീരിയറോട് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ പറയുക. ഓക്കെ. ഇനി ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെൻ ടീംസ് ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ ഹു ആർ അറ്റ് സെയിം ഹൈറാർക്കിക്കൽ ലെവൽ ഇൻ ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ ആൻഡ് എക്സ്ചേഞ്ച് മെസ്സേജസ്, അതിനെയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. നമ്മളിപ്പോൾ ഒരേ കമ്പനിയിലുള്ള 2 എംപ്ലോയി തമ്മിൽ സംസാരിക്കുന്നതിനാണ് നമ്മൾ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനും ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ താഴെ വരുന്ന സംഭവങ്ങളാണ്. ഇനി ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറയാം. ദാറ്റ് ഈസ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് നൈദർ വെർട്ടിക്കൽ നോർ ഹൊറിസോണ്ടൽ ബട്ട് റാദർ ഡയഗണൽ ഓർ സിഗ്നൽ. വെർട്ടിക്കലും ആയിരിക്കില്ല, ഹൊറിസോണ്ടൽ ടൈപ്പും ആയിരിക്കില്ല, നേരെ ആയിരിക്കില്ല, മുകളിലേക്കോ താഴേക്കോ അങ്ങനെ ഒന്നും ആയിരിക്കില്ല, സിഗ് സാഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡയഗണലി ആയിരിക്കും അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട്. അതാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ പറയുക. ദാറ്റ് ഈസ് ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ. The next one is upward communication. It refers to the transmission of information from a lower to higher level or from subordinate to superiors. നമ്മൾ ചെറുതെന്ന് വലുതിലോട്ട് ലോവർ ടു ഹയർ ലെവലിലേക്ക് പോകുന്നതിന് നമ്മൾ എന്ത് പറയും? അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് കൊടുക്കാൻ മാത്രമായിരിക്കും. ഓക്കെ. അതിലെന്തൊക്കെ വരും? കംപ്ലെയിൻസ്, റിക്വസ്റ്റ്, കമൻസ്, റിപ്പോർട്ട്സ്, റിയാക്ഷൻസ്, ഐഡിയാസ് ആൻഡ് അതർ ഫോം ഓഫ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ആർ വാല്യുബിൾ ടൂൾസ് ഇൻ മാനേജ്മെൻറ്റ് പൊസിഷൻസ് ആർ ക്രൂഷ്യൽ ഡിസിഷൻസ് ഫോർ ദ ബിസിനസ്. അപ്പോൾ അതൊക്കെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. കംപ്ലയിൻറ്റ് ചെയ്യാനോ, റിക്വസ്റ്റ് ചെയ്യാനോ, ഓർഡർ ചെയ്യാനോ, ഐഡിയാസ് പറയാനോ, റിപ്പോർട്ട് ചെയ്യാനോ, അതിനൊക്കെ ആയിരിക്കും അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ പറയാം. ഇനി ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ദാറ്റ് ഈസ് വെൻ ഇൻഫർമേഷൻ ഇസ് പാസ് ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ് ലെവൽ ടു വേരിയസ് സബോർഡിനേറ്റ് ലെവൽസ് ഇൻ എ ഡൗൺവേർഡ് ഡയറക്ഷൻ. മാനേജ്മെൻറ്റ് ലെവലിൽ നിന്ന് താഴെയുള്ള ആൾക്കാരിലേക്ക് പോകുന്ന ഒരു ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിലേക്കാണ് നമ്മൾ പറയാം ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. പക്ഷേ അപ്വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതെന്ന് വലുതിലേക്ക്, ഡൗൺവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആൾക്കാരിൽ നിന്ന് ചെറുതിലേക്ക് വരുന്നത് തന്നെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അതൊക്കെയാണ് നമ്മുടെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ സബായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് ഇസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. Informal communication means non-official style of communication. Ideas are freely conveyed between 2 or more persons without adhering to established procedures, formalities, systems or organization structures. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മുടെ ഫ്രണ്ട്സിനോടോ ഫാമിലി മെമ്പേഴ്സിനോടോ ഒക്കെ സംസാരിക്കുന്നതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. നോൺ ഒഫീഷ്യൽ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് പറയുന്നത്. ഇനി എന്താണ് കോമൺ കമ്മ്യൂണിക്കേഷൻ എറ്റിക്യൂട്ടി പറയാം. എറ്റിക്യൂട്ടി ഈസ് ഡിഫൈൻഡ് ബൈ ദ ഓക്സ്ഫോർഡ് ഡിക്ഷണറി. പറയുന്നത് എന്താ വെച്ചാൽ കൺവെൻഷണൽ ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്ട് in polite society. It is treating one another with respect, being polite and having good manners. നമ്മൾ ഒരാളെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു നല്ല രീതിയിലാണ്. അതിനെ നമ്മൾ എന്ത് പറയാം? എറ്റിക്യൂട്ടി എന്ന് പറയാം. Effective communication etiquette calls for actions and approaches that will enable you to convey information accurately while keeping good ties with your superiors, co-workers and clients. നമ്മൾ വേറെ ഒരാളോട് സംസാരിക്കുമ്പോൾ അത്രയും നീറ്റായിട്ട് നല്ല രീതിക്ക് വേണം പെരുമാറാം. അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ എന്ത് പറയുന്നു അത് ഓഡിയൻസിന് മനസ്സിലാവണം. അവിടെയാണ് ഒരു ഗുഡ് എറ്റിക്യൂട്ടി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സം ഓഫ് ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കാം.
Responding quickly, expressing gratitude publicly, informing others, apologizing publicly, displaying personal integrity, responding right way even to decline, complimenting others, encouraging others, providing good feedback, maintaining promises, being truthful, kind and courteous. That is, നമ്മൾ വേഗം തന്നെ തിരിച്ച് എന്താണ് നമുക്ക് മെസ്സേജ് കിട്ടുക അതിൻ്റെ റിപ്ലൈ പറയുക, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുക, നമ്മൾ അപ്പോളജൈസ് ചെയ്യുക പബ്ലിക്ലി ആയിട്ട്, അതേമാതിരി നമ്മൾ റെസ്പോണ്ട് ചെയ്യുക റൈറ്റ് വേയിൽ, പിന്നെ എൻകറേജ് ചെയ്യുക, കോംപ്ലിമെൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഫീഡ്ബാക്ക് പറയുക, പ്രോമിസ് കൊടുക്കുക, നമ്മൾ ട്രൂത്ത്ഫുൾ ആവുക, കൈൻഡ് ആവുക, അതൊക്കെയാണ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഓറൽ ഓർ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അടുത്ത ടോപ്പിക്ക്. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നത് സെൻഡിങ് മെസ്സേജസ് ഓർ റിപ്പോർട്ട്സ് ഓറലി, നമുക്ക് വായിലൂടെ പറയുന്നതിനെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക അല്ലേ. ഇനി റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലോ നമ്മളത് റിട്ടേൺ ഫോമിൽ റെസിപ്പിയൻറ്റിന് എഴുതുക, അതാണ് നമ്മൾ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. ഓറൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഇൻഫോർമൽ വേ ആയിരിക്കും, പബ്ലിക്കും പ്രൈവറ്റ് കോൺവേഴ്സേഷൻസ് നടക്കാം. പക്ഷേ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്, ലൈക്ക് സ്പെസിഫിക് സെറ്റിംഗ്സ്, സ്കൂൾസിൽ, കോളേജസിൽ, ബിസിനസ് സെക്ടേഴ്സിൽ, ആ സെക്ടേഴ്സിൽ മാത്രമായിരിക്കും റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. In contrast to written communication, oral communication lack any kind of record or drafting. Oral communication ഒരു റെക്കോർഡിങ്ങോ ഡ്രാഫ്റ്റിങ്ങോ ഒന്നും ആവശ്യമില്ല. While written communication requires some cost, spoken communication is inexpensive. That is, oral communication നമുക്ക് എക്സ്പെൻസീവ് അല്ല, പക്ഷേ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷന് ഫീഡ്ബാക്ക് വേണം, പക്ഷേ ഓറൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് റെസ്പോൺസസ് അപ്പം തന്നെ കിട്ടുന്നതുകൊണ്ട് ഫീഡ്ബാക്കിൻ്റെ ആവശ്യം ഇല്ല. ഇനി മെയിൻ ബെനിഫിറ്റ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദാറ്റ് ഇറ്റ് എനേബിൾസ് ദ മെസ്സേജസ് ടു ബി കമ്മ്യൂണിക്കേറ്റ് വിത്ത് അപ്രോപ്രിയേറ്റ് പിച്ച് ആൻഡ് ടോൺ. പക്ഷേ ഓറൽ കമ്മ്യൂണിക്കേഷനിൽ എന്തായിരിക്കണം, നമ്മുടെ വോയിസ് എല്ലാവരിലും എത്തണം, അതാണ് മെയിൻ അതിലെ കാര്യം. ഓൾസോ ഇറ്റ് സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് എഫേർട്ട് റിക്വയർഡ് ആൻഡ് സേവ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം. അപ്പോൾ ഒരുപാട് എഫേർട്ടൊന്നും ആവശ്യമില്ല. കമ്പയർ ടു അതർ കമ്മ്യൂണിക്കേഷൻ, ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ലെസ് ഫോർമൽ, വിച്ച് ഗീവ്സ് വൺസ് മെസ്സേജ് എ മോർ പേഴ്സണൽ ടച്ച്. അപ്പോൾ ഒരു ചെറുതായൊരു പേഴ്സണൽ ടച്ച് കൊടുത്തുകൊണ്ട് ഒരുപാട് ഫോർമൽ ടൈപ്പൊന്നുമല്ല ഈ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Next, written communication is a form of communication that is recorded by writing or drafting and is sent from one person to another. നമ്മൾ എഴുതി വെച്ചത് ഒരു പേഴ്സണിൽ നിന്ന് മറ്റേ പേഴ്സണിൽ എത്തിക്കുന്നതാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ പറയുക. എക്സാമ്പിൾസ് റിസർച്ച് പേപ്പേഴ്സ്, ലെറ്റേഴ്സ്, റിപ്പോർട്ട്സ്, മെമ്മോസ് എക്സെട്ര. അത് ഒരു റെക്കോർഡഡ് ടൈപ്പ് ആയിരിക്കും ആൻഡ് ഫ്യൂച്ചർ യൂസിന് ആവശ്യമുള്ളതായിരിക്കും. ആൻഡ് ദ നോളജ് ഓഫ് ഇൻഫർമേഷൻ ക്യാൻ ബി ഈസിലി സർക്കുലേറ്റഡ് ടു, പക്ഷേ നമുക്ക് അത് ഒരു പ്രാവശ്യം നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഒരുപാട് പീപ്പിൾസിന് നമുക്കത് സെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ്റെ വേറെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ദ ചാപ്റ്റർ. Objective type questions നോക്കാം. What is the term used to denote anything that hinders the receiver from getting the message? നമ്മൾ പറഞ്ഞു എന്താണ്, ബാരിയർ ആണ്. What are the mental issues that make it difficult to communicate effectively called mental issues എന്ന് നമ്മൾ പറയാം psychological barriers. What are the barriers such as noise, defective communication devices, enclosed cabins? അതെന്താ നമ്മൾ പറയാം, നോയ്സ് ഒക്കെ വരുന്നതിന് നമ്മൾ എന്താ പറയുക physiological barrier. What is the name given to the type of communication ഓഫീസിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്താ പറയുക ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. Name another term for language barrier. Language barrier ന് വേറെ ടേം നമ്മൾ എന്ത് പഠിച്ചു, സെമാൻറ്റിക് ബാരിയർ. നെയിം എ ടൈപ്പ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ടൈപ്പ് എന്താണ്, vertical communication. What is the term attributed to the barrier that hinders communication between people of different cultures? വേറെ കൾച്ചേഴ്സിൽ നമ്മൾ വരുന്ന എഫക്റ്റ് ചെയ്യുന്ന ബാരിയർ എന്താണ്, കൾച്ചറൽ ബാരിയർ. What are the conventional guidelines for conduct in polite methods called communication etiquette? What is the process of sending messages or reports in written format called written communication? What is the flow of communication that is neither vertical or horizontal? രണ്ടും അല്ലാത്തതിന് നമ്മൾ എന്താ പറയുക, diagonal or zigzag communication. That's all for the second chapter. Thank you.